അങ്ങനെയൊരു ദിവസം ധ്യാനത്തിനുശേഷം ധ്യാനഗുരുവായ ലാമ ഞങ്ങളോട് ചോദിച്ചു, ഈ കൂട്ടത്തിൽ 1939 ഡിസംബർ മാസത്തിലെ ശനിയാഴ്ച ജനിച്ച വ്യക്തി ആരാണ്? കേട്ടുകേൾവി മാത്രമുള്ള ലാമ ഗുരുകുലത്തിന്റെ കവാടത്തിന് മുന്നിലെത്തിയ ഞാൻ ചുറ്റും കണ്ണോടിച്ചു. മരവും മണ്ണും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ലാമ ആശ്രമത്തിന് ലാമ സെരി എന്ന് പറയും. പല ബ്ലോക്കുകളായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിട സമുച്ചയങ്ങൾക്ക് ഏറെക്കുറെ നമ്മുടെ 4 കെട്ടുകളോടും 8 കെട്ടുകളോടും രൂപസാദൃശ്യം കാണാവുന്നതാണ്. ലാമ സെരിയുടെ കവാടത്തിൽ എന്നെപ്പോലെ 2-3 ആളുകൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനും അവരോടൊപ്പം മിണ്ടാതെ ഉരിയാടാതെ ഇരിപ്പുറപ്പിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ പടിവാതിൽ തുറക്കപ്പെട്ടു. ചൈനീസ് കുങ്ഫു സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതുപോലെയുള്ള ഒരു മൊട്ടത്തലയൻ കുട്ടിലാമ വാതിൽക്കൽ പ്രത്യക്ഷപ്പെട്ടു. അവൻ ഞങ്ങളെ തന്നെ കുറെ നേരം നോക്കിക്കൊണ്ടുനിന്നു. ഞാൻ കൂടുതൽ ക്ഷീണിതനായതുകൊണ്ടാവാം കുട്ടിലാമ എന്നെ മാത്രം കൈകാട്ടി വിളിച്ചു. ഒരു നിശബ്ദ ചിത്രത്തിലെ കഥാപാത്രത്തെ പോലെ ഞാൻ കുട്ടിലാമയെ അനുഗമിച്ചു. ഒരു കമ്പിളിപ്പുതപ്പ് ചുരയ്ക്കാത്തോടുകൊണ്ടുണ്ടാക്കിയ കഞ്ഞി കുടിക്കാനുള്ള പാത്രം, മുളംതണ്ടുകൊണ്ടുണ്ടാക്കിയ ഗ്ലാസ് തുടങ്ങിയ സാധനങ്ങളും തന്ന് എനിക്ക് കിടക്കാനുള്ള ഇടവും ചൂണ്ടിക്കാട്ടി കുട്ടിലാമ രംഗം വിട്ടു. പ്രസന്ന മുഖഭാവമുള്ള 100ഓളം അന്തേവാസികളുള്ള ഇങ്ങനെയൊരു ലാമ ഗുരുകുലത്തെക്കുറിച്ച് അധികമാരും കേട്ടിരിക്കാൻ വഴിയില്ല. ഇവിടെ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചറിഞ്ഞതുമായ കാര്യങ്ങൾ കേട്ടാൽ ഒരു സിനിമാ കഥ പോലെയേ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഞാനൊരു സിനിമ കാണുകയാണോ? ഇതൊരു വിദ്യാപീഠം തന്നെ. 2000-ലേറെ വർഷമെങ്കിലും പഴക്കമുള്ള ഒരു ഗുരുകുല വിദ്യാപീഠം. കൗളാശ്രമത്തിൽ നടക്കുന്നതിന് നേർ വിപരീതമായ ചിന്തകളും സാധനാക്രിയകളുമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ലാമാമാർക്കു ബ്രഹ്മചര്യം നിർബന്ധമാണ്. ഇവർ ബ്രഹ്മചര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ ശീലിച്ചവരാണ്. ഓരോരുത്തരും അവരവർ അതാതു സമയം ചെയ്യേണ്ടുന്ന പ്രവൃത്തികളിൽ മാത്രം ശ്രദ്ധിക്കുന്നു. ഓരോ നിമിഷവും അതാതു പ്രവൃത്തികളിൽ മുഴുകി അവബോധത്തോടെ ജീവിക്കാൻ പരിശീലിച്ചിരിക്കുന്നതിനാൽ മറ്റു യാതൊരുവിധ ചിന്തകളും ഇവരുടെ മനസ്സിൽ വളരുന്നില്ല. കുങ്ഫു, യോഗ, വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നിങ്ങനെയുള്ള പാഠ്യവിഷയങ്ങൾ പല വകുപ്പുകളായി തിരിച്ച് ഇവിടെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാത്തിലുമുപരിയായി ആത്മീയ കാര്യങ്ങൾ മാത്രം പരിശീലിപ്പിക്കുന്നതിനായി മറ്റൊരു മേഖലയുമുണ്ട്. ഞാൻ ആനയിക്കപ്പെട്ടത് ആത്മീയ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന ലാമാമാരുടെ അടുത്തേക്കാണ്. അവിടെ ധ്യാനം പഠിപ്പിക്കുന്ന ഒരു കേന്ദ്രമുണ്ട്. ധ്യാനം തുടങ്ങുന്നതിനു മുൻപായി കൂറ്റൻ മണികളുടെ ഉച്ചസ്ഥായിയിലുള്ള ഓംകാര ശബ്ദം അവിടമാകെ മുഴങ്ങുന്നു. മണിമുഴക്കത്തിന്റെ അലകൾ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേരുമ്പോഴേക്കും നമ്മുടെ മനസ്സും ശരീരവും ഏകദേശം ഒരേ സ്ഥായീഭാവത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാവും. തുടർന്ന് സമ്പൂർണ്ണ നിശബ്ദത. നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു നീണ്ട കുഴൽ വാദ്യത്തിൽ നിന്നും ഉയരുന്ന നേർത്ത ശബ്ദം. ആ ശബ്ദം സാവകാശം ഉച്ചസ്ഥായിയിലെത്തുന്നു. പിന്നീട് നേർത്ത അലകളായി ആ ശബ്ദവും അലിഞ്ഞലിഞ്ഞില്ലാതാവുന്നു. ദീർഘനേരം നിലനിൽക്കുന്ന ഈ ശബ്ദതരംഗങ്ങൾ അലിഞ്ഞലിഞ്ഞില്ലാതാകുന്നതോടെ നമ്മുടെ മനസ്സും ഈ ലോകത്തുനിന്നും വേർപെട്ട് ഒരുപാട് ദൂരെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവും. തുടർന്ന് ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയായി. ലാമാമാരുടെ ഇടയിൽ ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ധ്യാനരീതിയൊന്നും ഞാൻ കണ്ടില്ല. ശാരീരികാരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും ഒരേ പരിഗണനയാണ് ഇവർ നൽകുന്നത്. എന്നാൽ അമിത ഭക്ഷണം അനുശാസിക്കുന്നുമില്ല. 2 നേരത്തെ ഭക്ഷണം കൊണ്ടുതന്നെ എല്ലാവരും തൃപ്തരാകുന്നു. കടും ചായയിൽ നെയ്യൊഴിച്ച് ഉപ്പു ചേർക്കുന്നതാണ് ഇവരുടെ ചായ. ചോളത്തിന്റെ റൊട്ടിയും പച്ചക്കറികളുമാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആഹാരം. സന്യാസിമാർ യാക്കിന്റെ പാലും മോരും ഉപയോഗിക്കുന്നു. ചുരുക്കം സന്ദർഭങ്ങളിൽ മാംസവും ഇവർക്ക് നിഷിദ്ധമല്ല. ആശ്രമജോലികൾ ലാമമാർ തന്നെ നിർവഹിക്കുന്നു. ഇവർക്കു പക്ഷേ നമ്മളെപ്പോലെ ദിവസവും കുളിക്കുന്ന ആ ഒരു ശീലം മാത്രം കണ്ടില്ല. കണ്ടും കേട്ടും ധ്യാനിച്ചും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയത് ഞാൻ അറിഞ്ഞതേയില്ല. എല്ലാ മാസവും നിശ്ചിത ദിവസങ്ങളിൽ ഇവിടെ ചില ആഘോഷ പരിപാടികളൊക്കെ നടക്കാറുണ്ട്. ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനായി
അന്നേ ദിവസം സമീപത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നെല്ലാം ധാരാളം ആളുകൾ ഇവിടെ വന്നുകൂടും. പരിപാടികളുടെ ഭാഗമായി തകർപ്പൻ കുങ്ഫു പ്രകടനങ്ങൾ അരങ്ങേറും. മഹാമാന്ത്രികരുടെ മായാജാല പ്രകടനങ്ങളുമുണ്ടാവും. ഇങ്ങനെയൊക്കെ ദിവസങ്ങൾ കഴിഞ്ഞുപോയെങ്കിലും ലാമ മഹാഗുരുവിനെ നേരിട്ട് കാണുകയെന്ന പരമമായ ലക്ഷ്യത്തിനു വേണ്ടി ഞാൻ കാത്തിരിപ്പ് തുടരുകയാണ്. എന്നെപ്പോലെ പലരും മാസങ്ങളായി ഇതേ ലക്ഷ്യത്തിനായി കാത്തിരിപ്പ് തുടരുന്നുണ്ട്. അങ്ങനെയൊരു ദിവസം ധ്യാനത്തിനു ശേഷം ധ്യാനഗുരുവായ ലാമ ഞങ്ങളോട് ചോദിച്ചു, ഈ കൂട്ടത്തിൽ 1939 ഡിസംബർ മാസത്തിലെ ശനിയാഴ്ച ജനിച്ച വ്യക്തി ആരാണ്? ആരും കൈപ്പൊക്കിയില്ല. ഓൾ പെട്ടെന്നാണ് ഓർമ്മ വന്നത്. ഈ പറയുന്ന ദിവസമാണ് എന്റെ ജന്മദിനം. കറണ്ടടിച്ചതുപോലെ ഞാൻ കൈപൊക്കി. Thank you for watching. Stay tuned for the next episode. Goodbye.